ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഒൺലി വൺ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഷെങ്ങും ടിയാനും കൂടെ ആയിട്ട് അവരുടെ വീട്ടിൻ്റെ അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് ഇരുന്നിട്ട് ഇവരുടെ ഹോംവർക്കും സംഭവങ്ങളൊക്കെ എഴുതുന്നതാണ്. ഈ സമയം ഷെങ്ങാണെങ്കിൽ എൻ്റെ പൊന്നു ടീച്ചർ എന്തുമാത്രം ഹോംവർക്കാണ് തന്നത്, ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ തീർക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ടിയാനാണെങ്കിൽ അവന് ചൈനീസ് എക്സാമിൽ എസ്സേ റൈറ്റിംഗ് ഒന്നും നേരെ എഴുതാൻ പറ്റത്തുണ്ട് തന്നെ നോക്കി പഠിക്കാൻ അന്ന് ടീച്ചർ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ബുക്ക് വെച്ചിട്ട് ഇവൻ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ആ സമയം നമ്മുടെ ടിയാനാണെങ്കിൽ ഷെങ്ങ് പറയുന്നത് കേട്ടിട്ട് നിന്നെപ്പോലെ മോശം ഹാൻഡ് റൈറ്റിങ്ങും സ്ലോ സ്പീഡിലും എഴുതുന്ന ആളുണ്ടെങ്കിൽ ഈ സമയത്തും കാലത്തൊന്നും ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഷെങ്ങിനെ കളിയാക്കാണ്. ആ സമയം ഷെങ്ങ് ശരി ഞാൻ അങ്ങനെയൊക്കെ തന്നെ സമ്മതിച്ചു, പക്ഷേ നീ എന്തിനാ എസ്സേ എഴുതാൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ബുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അറ്റ്ലീസ്റ്റ് എനിക്ക് നന്നായിട്ടെങ്കിലും എസ്സേ എഴുതാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആയിരുന്ന ബുക്കും പിടിച്ച് വാങ്ങിച്ചിട്ട് ടിയാനെ കളിയാക്കാനായിട്ട് തുടങ്ങാണ്. ഈ സമയം ടിയാനാണെങ്കിൽ തിരിച്ച് ബുക്ക് പിടിച്ച് വാങ്ങാൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇവിടെ രണ്ടുപേരും കൂടെ ആയിട്ട് ബുക്ക് കൊടുക്കാതിരിക്കാനും വാങ്ങാനുള്ള ശ്രമത്തിൽ നിന്നിട്ട് രണ്ടുപേരും പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചെന്ന് വീഴാണ്. പിന്നെ കുറേ നേരം അവർ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷെങ്ങും അവൻ്റെ അച്ഛനും ടിയാനും അവൻ്റെ അമ്മയും കൂടെ ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ആ സമയം കഴിഞ്ഞ ദിവസം നമ്മുടെ ഷെങ്ങ് അവർ ഹോസ്റ്റലിൽ നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഇന്ന് ഷെങ്ങ് അവൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കാതെ ഞങ്ങൾ സ്കൂളിലോട്ട് താമസിക്കാനായിട്ട് പോവാണെന്ന് ഇങ്ങനെ പറയാണ്. ആ സമയം അവൻ്റെ അച്ഛൻ അത് ഞാൻ സമ്മതിക്കത്തില്ല, ഞാനത് പറ്റത്തില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലേ, അല്ല ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിനക്കിപ്പോൾ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞത്, ഞാൻ നിൻ്റെ അടുത്ത് തന്നെ തെറ്റ് ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഷെങ്ങ് അങ്ങനെയൊന്നും അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ എനിക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഒരു ചേഞ്ച് വേണം, അതുകൊണ്ട് മാത്രമാണ്, മറ്റൊന്നും കൊണ്ടല്ല എന്ന് പറയാണ്. എത്ര പറഞ്ഞിട്ടും ഷെങ്ങിൻ്റെ അച്ഛൻ സമ്മതിക്കാതെ അവൻ്റെ അടുത്ത് വീണ്ടും റീസൺ ചോദിക്കുകയാണ്. അവൻ റീസണൊന്നും ഇല്ല അച്ഛാ, വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഷെങ്ങിൻ്റെ അച്ഛൻ അപ്പോൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് നിന്നിട്ട് വീണ്ടും റിപ്പീറ്റായിട്ട് എന്താ കാരണം, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ മോനെ നീ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഷെങ്ങ് ലാസ്റ്റ് മടുത്തിട്ട് ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി. അതുകൊണ്ട് ടിയാനും ഞാനും പോകുന്നു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ ടിയാൻ്റെ അമ്മ വിഷമിക്കുകയാണ്. അതുകൊണ്ട് എന്താ കാര്യം എന്ന് ഷെങ്ങിൻ്റെ അച്ഛൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, അത് പിന്നെ ഞാൻ കാരണമായിരിക്കും അവർക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് എന്ന് പറയാണ്. ഷെങ്ങിൻ്റെ അച്ഛൻ ടിയാൻ്റെ അമ്മേനെ അപ്പോൾ സമാധാനിപ്പിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഷെങ്ങിൻ്റെ അടുത്ത് വീണ്ടും സംസാരിച്ച് എന്താ കാര്യമാണോ എന്ന് ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതേസമയം ഷെങ്ങും ടിയാനും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാണ്. ആ സമയം ഷെങ്ങ് ടിയാനോട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അച്ഛൻ പിന്നെയും ചോദിച്ചുകൊണ്ട് തന്നെ ഇരുന്നേനെന്ന് പറയാണ്. അപ്പോഴാണ് ഇവരുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ലേഡി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ ഷെങ്ങിനെയും ടിയാനെയും കണ്ട ഉടനെ തന്നെ അവരെടുത്ത് നിങ്ങൾ ഹോസ്റ്റലിലേക്ക് മാറുകയാണെന്ന് കേട്ടല്ലോ, എന്ത് പറ്റി, എൻ്റെ കുക്കിംഗ് വല്ലതും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഷെങ്ങ് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ടിയാനെയും വിളിച്ചുകൊണ്ട് അവിടെ നടന്നു പോവാണ്. പോകുന്ന സമയത്ത് ഷെങ്ങ് ടിയാനോട് മിക്കവാറും അച്ഛനായിരിക്കും ഈ കാര്യം ഇവരോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ ഫുഡ് കഴിക്കാനായിട്ട് എന്നും പോകുന്ന അങ്കിളിൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നപ്പോൾ ആ അങ്കിളും അവരെ വെറുതെ വിടുന്നതേയില്ല. ആ അങ്കിളും അവരെടുത്ത് എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറുന്നതെന്ന് ചോദിക്കുകയാണ്. അവരപ്പോൾ അതിന് മറുപടി കൊടുക്കുന്നേയില്ല. ആ സമയം കറക്റ്റ് നമ്മുടെ ഷെങ്ങിൻ്റെ അങ്കിൾ അവനെ കോൾ ചെയ്തിട്ട് നീ ഹോസ്റ്റലിലേക്ക് മാറുവാണെന്നറിയാമല്ലോ, എന്തിനാ ഇങ്ങനെ മാറുന്നതെന്ന് ചോദിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചത് അവിടെ ഇരുന്ന അങ്കിൾ നമ്മളെ ടിയാനും കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയം അങ്കിൾ ചിരിച്ചിട്ട് ലോകം മൊത്തം നിങ്ങളുടെ കാര്യം അറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. അതിനുശേഷം ഇവർ ഷീയുടെ കഫേയിൽ പോയപ്പോൾ ഷീയും ഇതേ സെയിം കാര്യം ചോദിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന രാത്രി ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിൽ ചെല്ലുന്നതാണ്. ചെന്ന ഉടനെ തന്നെ രണ്ടുപേരെയും നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛൻ ഭയങ്കര സ്നേഹത്തോടെ വിളിച്ച് വാ മക്കളി എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം ടിയാൻ്റെ അമ്മ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ച് ഇവരെ പിടിച്ച് അവിടെ ഇരുത്താൻ നോക്കിയിട്ട് ഷെങ്ങിൻ്റെ അടുത്തും ടിയാൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിക്കി, നല്ല ടേസ്റ്റി ഫുഡാണ്, ഈ ഫുഡൊന്നും ഹോസ്റ്റലിൽ കിട്ടില്ല എന്ന് പറയാണ്. ഇപ്പോൾ ഈ അടവ് കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവരെ ഹോസ്റ്റലിലേക്ക് വിടാതിരിക്കാൻ. അത് മനസ്സിലായിട്ട് ഷെങ് ഉടനെ തന്നെ അച്ഛൻ്റെ അടുത്ത് അച്ഛ എനിക്ക് അച്ഛനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുകയാണ്. ഈ സമയം ടിയാനോ അവൻ്റെ അമ്മയുടെ അടുത്ത് അമ്മ എനിക്ക് അമ്മയോട് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. എന്നിട്ട് ഷെങ്ങിനെ കാണിക്കുന്ന സമയത്ത് ഷെങ്ങും അവൻ്റെ അച്ഛനും കൂടെ ആയിട്ട് വീട്ടിൻ്റെ പുറത്ത് ബാൽക്കണിയിൽ അവിടെ വന്നിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛൻ മോനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറഞ്ഞോ, നിനക്ക് എൻ്റെ അടുത്താണോ ദേഷ്യം അതോ ടിയാൻ്റെ അമ്മയുടെ അടുത്താണോ ദേഷ്യം, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, നിങ്ങളുടെയൊക്കെ കണ്ടില്ലേ ഞങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇന്ന് സത്യത്തിൽ അങ്ങനെയല്ല എന്ന് പറയാണ്. ഷെങ് അപ്പോൾ ഞാനൊന്ന് പറയുന്നത് ആദ്യം അച്ഛൻ കേൾക്ക്, എനിക്ക് ആരുടെ ദേഷ്യമില്ല ഒന്നുമില്ല, അച്ഛൻ്റെ അടുത്ത് ഞാൻ അത് കുറേ പ്രാവശ്യം പറയുകയാണ്. കുഞ്ഞിനെ തൊട്ടേ അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ വർക്കും കാര്യങ്ങളും നോക്കി നടക്കും, അച്ഛൻ എപ്പോഴും വീട്ടിലുണ്ടാകത്തില്ല, ആ കാര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാനായിട്ട് ഞാൻ നിന്നു, ഒരിക്കലും ഞാൻ അതിനെതിരെ കുറ്റം പറയാൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ അമ്മ മരിച്ചപ്പോഴത്തേക്കും അമ്മ മരിച്ചു പോയെന്നുള്ള സത്യം ഞാൻ ഉൾക്കൊണ്ടു, ഞാനെല്ലാം അക്സെപ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അമ്മേനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരാളെ എൻ്റെ ലൈഫിൽ കാണാൻ പറ്റത്തില്ല എന്ന്. എന്നിട്ടും അച്ഛനാണെങ്കിൽ നമ്മുടെ ടിയാൻ്റെ അമ്മേനെ സ്നേഹിച്ചു, എൻ്റെ അമ്മ താമസിച്ചിരുന്ന ഇതേ വീട്ടിലേക്ക് അവരെ കൊണ്ടുവന്നു, എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന അതേ ഫുഡുകൾ ഇവരുണ്ടാക്കി, എൻ്റെ അമ്മ താമസിച്ചിരുന്ന അതേ റൂമിൽ ഇവർ താമസിച്ചു, അച്ഛൻ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്തു. എന്നിട്ടും ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നില്ല, ഞാൻ അവരെ മുമ്പേ തന്നെ അക്സെപ്റ്റ് ചെയ്തു, എനിക്കതെല്ലാം ഓക്കെയാണ്, ടിയാനുമായിട്ട് എൻ്റെ റിലേഷൻ നന്നായിട്ട് തന്നെ പോകുന്നുമുണ്ട്.
അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിലേ തന്നെ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഒന്നും അനുസരിക്കത്തില്ല എന്നൊക്കെ. പക്ഷേ ഇത്രയും വർഷമായിട്ടും അച്ഛൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു. അച്ഛൻ ഈ ചെയ്തു കൂട്ടിയതെല്ലാം തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഒരിക്കൽ പോലും എതിർത്തിട്ടില്ല. പിന്നെ ഈ സ്കൂളിൽ താമസിക്കണമെന്ന് പറഞ്ഞ കാര്യം അതെനിക്ക് ആരുടെ അടുത്തും ദേഷ്യം ഒന്നും ഉണ്ടായിട്ടുണ്ടല്ല. എനിക്ക് എല്ലാവരും ഓക്കെയാണ്. നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഇവർ രണ്ടുപേരും ജോയിൻ ആയിട്ടിട്ട് അവർ രണ്ടുപേരും ഉള്ളതിലും എനിക്ക് ഓക്കെയാണ്, ഞാൻ അക്സെപ്റ്റഡ് ആണ്, എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയെങ്കിലും ദേഷ്യം ഉള്ളത് കൊണ്ടാണ് സ്കൂളിലേക്ക് മാറണമെന്ന് വിചാരിക്കുന്നതെന്ന് അച്ഛൻ ഒരിക്കലും കരുതരുത്. അങ്ങനെയൊന്നുമല്ല, എനിക്ക് സ്കൂളിൽ നിൽക്കണമെന്ന് തോന്നുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വർഷം അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് സമ്മതിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയം ഷെങ്ങിൻ്റെ അച്ഛൻ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ടിയാനെ അമ്മയും കാണിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ആയിട്ട് വീടിൻ്റെ അകത്ത് സോഫയിലിരിക്കുകയാണ്. രണ്ടുപേരും സൈലൻ്റ് ആയിട്ടിരിപ്പുണ്ട്. ആ സമയം നമ്മുടെ ടിയാൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരാണ്. അത് ടിയാൻ അത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അവനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ അടുത്ത് അത് നോക്കിയ ശേഷം അമ്മ പൈസ ട്രാൻസ്ഫറായി കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. മിക്കവാറും നമ്മുടെ ടിയാൻ്റെ അച്ഛൻ പൈസ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇത്രയും പറഞ്ഞ ശേഷം നമ്മൾ ടിയാനാണെങ്കിൽ അമ്മയുടെ അടുത്ത് അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എനിക്കാണെങ്കിൽ ആരുടെ അടുത്തും ദേഷ്യമൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഈ സമയം ടിയാൻ്റെ അമ്മ നിനക്ക് ഈ വീട്ടിൽ താമസിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അമ്മ, എനിക്ക് ജസ്റ്റ് സ്കൂളിൽ താമസിക്കണമെന്നുണ്ട്. കാരണം അവിടെ താമസിച്ച് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമായിരിക്കും, സ്കൂളിലേക്ക് നടന്നു പോകാനും തിരിച്ച് വരാനൊക്കെ ആയിട്ട് ഡിസ്റ്റൻസ് കുറവാണ്, പഠിക്കാൻ കൂടുതൽ ടൈം കിട്ടും, എല്ലാം കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മുമ്പ് എനിക്ക് അമ്മയുടെ അടുത്ത് അമ്മ എന്നെ നേരെ നോക്കാൻ നേരെ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കാര്യം പിന്നീട് മനസ്സിലായി, അതൊക്കെ പാസ്റ്റിലെ കാര്യമാണ്, ഞാനതൊക്കെ വിട്ടു ഒഴിവാക്കി. അതുകൊണ്ട് സ്കൂളിൽ താമസിക്കുന്നതും ഇതുവൊക്കെ ആയിട്ട് യാതൊരു ബന്ധമില്ല പറയാണ്. അപ്പോഴും നമ്മുടെ ടിയാൻ്റെ അമ്മ ടെൻഷനായിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ടിയാനാണെങ്കിൽ അമ്മ സീരിയസ് ആയിട്ട് ഒന്നുമില്ല, എനിക്കും ഷെങ്ങിനും അവിടെ പോയി താമസിക്കണം എന്നുള്ളത് ആഗ്രഹമുള്ള കാര്യം കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ അമ്മ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അമ്മേനെ നോക്കാനിപ്പോൾ ഒരാളുണ്ട്, എൻ്റെ കൂടെ ഒരാളുണ്ട്. ഞാനിപ്പോൾ മുമ്പത്തെ പോലെയല്ലോ, എൻ്റെ കൂടെ നിൽക്കാനുണ്ട്, ഷെങ്ങുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഷെങ്ങും ഹോസ്റ്റലിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ നോക്കാനായിട്ട് ഷെങ്ങിൻ്റെ അച്ഛനില്ല, അമ്മയ്ക്ക് പഴയതുപോലെ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളെ നോക്കണമെന്നുള്ള കാര്യം കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് പുറത്ത് പോകാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അമ്മ എങ്കിൽ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഞാനാണെങ്കിൽ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, ഞാൻ അടിപൊളിയായിട്ട് ഇരുന്നോളാം എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ടിയാൻ്റെ അമ്മയാണെങ്കിൽ ഷെങ്ങിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. ആ സമയം ഷെങ്ങിൻ്റെ അച്ഛൻ നിങ്ങളുടെ ഒരുപാട് നേരം സംസാരിച്ചല്ലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിന്നെ കാണാൻ കരഞ്ഞതുപോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ടിയാൻ്റെ അമ്മ അതൊന്നുമില്ല, അവൻ അവിടെ പോകുന്ന കാര്യം ഓർത്ത് ഇങ്ങനെ ഇരുന്നതെന്ന് പറയുന്നുണ്ട്. ഈ സമയം ഷെങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഷെങ്ങാണെങ്കിൽ എല്ലാ ഫുഡൊന്നും കഴിക്കത്തൊന്നുമില്ല, അവൻ ഭയങ്കര പിക്കിയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ പോയി കഴിയുമ്പോൾ എന്താവും എനിക്കറിയത്തില്ല, മിക്കവാറും ഫുഡിൻ്റെ കാര്യവും പറഞ്ഞ് അവൻ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ആ സമയം ടിയാൻ്റെ അമ്മ ചിലപ്പോൾ ഹോസ്റ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ എല്ലാ ഫുഡും കഴിച്ച് അങ്ങനെ ശീലം ആയാലോ എന്ന് പറയാണ്. ഇത് കേട്ട് ഷെങ്ങിൻ്റെ അച്ഛൻ ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമേ അല്ല, മിക്കവാറും അവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഉണക്കച്ചുള്ളി കമ്പോലിൽ ഇരിക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ എല്ലാ ദിവസവും വീട്ടിലും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് എനിക്കെന്താ വിഷമം പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടിയാൻ്റെ അമ്മയാണെങ്കിൽ അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, അവർ വീട്ടിൽ വരുന്ന ദിവസം നമുക്ക് ബിസിനസ് മീറ്റിങ്ങിനോ ജോലിക്കോ ഒന്നും പോവാതെ അവരോട് ടൈം സ്പെൻഡ് ചെയ്യാം, അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടുമല്ലോ എന്നൊക്കെ ഇത് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ടിയാൻ്റെ അമ്മ ടിയാനാണെങ്കിൽ എൻ്റെ അടുത്ത് ടെൻഷൻ ആവണമെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലേ നമ്മൾ പാരൻസ് അല്ലേ, നമ്മൾ തന്നെ ടെൻഷൻ ആവുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഷെങ്ങിൻ്റെ അച്ഛൻ അതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു കാലത്ത് നമ്മൾ അവരുടെ ഏജായിരുന്നു, പിന്നെ ആ സമയത്തൊക്കെ ഞാൻ നിൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് നിൻ്റെ വീട്ടിൽ നിന്ന് സോസേജ് മോഷ്ടിച്ചുകൊണ്ടിരുന്നത് ഞാനാണെന്ന് പറയാണ്. ആ സമയം ടിയാൻ്റെ അമ്മ അപ്പം നീയാണല്ലേ എൻ്റെ സോസേജൊക്കെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവർ 4 പേരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഈ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ അച്ഛാ അപ്പോൾ എന്തായി തീരുമാനം, ഞങ്ങൾ സ്കൂളിൽ താമസിക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഷെങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഞങ്ങളുടെ ഡിസ്കസ് ചെയ്തു, നിങ്ങൾക്ക് അത്ര ആഗ്രഹമുള്ളതല്ലേ താമസിച്ചോളാൻ പറഞ്ഞതാണ്. അപ്പോൾ ഷെങ്ങി എഴുന്നേറ്റ് അച്ഛാ എനിക്കൊരു ഹഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹഗ് ചെയ്യാണ്. എന്നിട്ട് ഇവർ 4 പേരും കൂടെ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഫാമിലിയാണെന്നൊക്കെ പറഞ്ഞ് ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സ്കൂളാണ്. ഇപ്പോൾ അവരുടെ ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഓൾറെഡി ലീവ് ഇരിപ്പുണ്ടായിരുന്നു, അവ ഇന്ന് നേരത്തെ എത്തി. അങ്ങനെ ടീച്ചറാണെങ്കിൽ വന്നിട്ട് ഇന്ന് നേരത്തെ എത്തിയല്ലോ, എന്ത് പറ്റി, അല്ല ഞാൻ പറഞ്ഞു കേട്ടായിരുന്നല്ലോ നമ്മുടെ ജോഗ്രഫി ടീച്ചർ ലീവായുണ്ട്, ഇപ്പോൾ സാറാണ് ക്ലാസ് എടുക്കുന്നതെന്ന്, അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതെ ഇപ്പോൾ ജോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ ഞാനാണ് പഠിപ്പിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ ഇവിടെ ആ ഒരു ടേബിളിൽ ഒരു റെയിൻബോയുടെ ഡിസൈൻ വന്നിട്ടൊരു മഗ്ഗിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ റെയിൻബോ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന മറ്റൊരു മീനിങ് എന്ന് പറയുമ്പോൾ LGBT ആണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവത്തിൻ്റെ ഡിസൈൻ കണ്ടിട്ട് നിങ്ങളും ആ ഒരു കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ടീച്ചറാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്കാണെങ്കിൽ ആ മഗ്ഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നമ്മുടെ സ്കൂളാണെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊന്നും അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാനൊന്നും സമ്മതിക്കുന്നതല്ല, അപ്പോൾ പിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് ഇംഗ്ലീഷ് ടീച്ചർ പറയാണ്. ആ സമയം ആണെങ്കിൽ ഈ ഒരു മഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
ഇത് നിങ്ങളെടുത്തോ, നമ്മളെന്തായാലും ഒരേ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ, അപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതായിട്ട് ഈ ഗിഫ്റ്റായിട്ട് നിങ്ങളിത് എടുത്തോളാനായിട്ട് പറയാണ്. അങ്ങനെ ഇംഗ്ലീഷ് ടീച്ചർ തന്നെ ആ കപ്പും കൊടുക്കുകയാണ്. താങ്ക്സും പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ടീച്ചർ ആ കപ്പ് ഡ്രോയറിലെടുത്ത് വയ്ക്കുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് ഷീ വരുന്നത്. ഷീ വന്നുകൊണ്ടേ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറിന് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടിട്ടുണ്ട്, സാൻഡ്വിച്ചാണ് വേണമെന്ന് വെച്ചിട്ട് ടീച്ചറിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊടുക്കുകയാണ്. ആ സമയത്ത് എനിക്കൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു ബണ്ണെടുത്ത് കൊടുത്തിട്ട് അത് നിനക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് നീ ഇത് കഴിക്കാനായിട്ട് പറയാണ്. അങ്ങനെ അവനും അത് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയം നമ്മുടെ ഷീ ആണെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ നിൻ്റെ അടുത്ത് നിന്ന് വൈകുന്നേരം വീട്ടിൽ ഡിന്നർ കഴിക്കാൻ വരാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇരിപ്പുണ്ട് വരാനായിട്ട് പറയാണ്. അപ്പോൾ ടീച്ചർ എങ്കിൽ ശരി ഞാൻ വന്നോളാം എന്ന് പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഈ കോൺവെർസേഷനെല്ലാം നമ്മുടെ ലൂ ആണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഗാവോയിനും ഷെങ്ങിനെയാണ്. ഇവരാണെങ്കിൽ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഏതോ ഒരു ചെടിയുടെ അടിയിൽ കയറിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഗാവോ ആണെങ്കിൽ തൊട്ടപ്പുറത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺപിള്ളേരെയെല്ലാം ഒരു മൈക്രോസ്കോപ്പ് വഴി വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നല്ലതുപോലെ വായി നോക്കിയിട്ട് നല്ല രസമുള്ള പെങ്കൊച്ചാണല്ലോ, അവളുടെ കാല് കാണുന്ന രസമുള്ളതൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഷെങ്ങി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവനാണെങ്കിൽ ഈ ചെക്കൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയമാണ് നമ്മുടെ ടിയാൻ ഷെങ്ങിന് മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ റൂമിൻ്റെ കീ കിട്ടി, നമ്മൾ റൂമിലേക്ക് ഉടനെ മാറും എന്നൊക്കെ പറയാണ്. ആ സമയം ഷെങ് ഹാപ്പി ആയിട്ട് ആണോ ഏതാ റൂമെന്ന് ചോദിച്ചപ്പോൾ ടിയാനാണെങ്കിൽ ആ കീയുടെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയം ഷെങ് ഇത് സത്യമാണോ നിൻ്റെ അടുത്ത് പറയാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടപ്പോൾ ടിയാനാണെങ്കിൽ ഇത് സത്യമാണെന്ന് പറയാം. കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് ഡയറക്ടർ വരുന്നത്. ഡയറക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ പുല്ലിൻ്റെ ഇടയിൽ ഇരുന്ന് അങ്ങോട്ടേക്ക് നിൽക്കുന്ന പെമ്പിള്ളേരെ വായി നോക്കുകയാണ്. അങ്ങനെ സാർ അപ്പം തന്നെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് മൈക്രോസ്കോപ്പും മറ്റവൻ്റെ കയ്യിൽ നിന്ന് ഫോണും കൂടെ പിടിച്ചു വാങ്ങിച്ചിട്ട് ഒരെണ്ണം വായി നോക്കുന്നു, മറ്റേത് ഫോട്ടോ എടുക്കുന്നു. കൊള്ളാം അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ഗാവാണെങ്കിൽ ആ ഒരു മൈക്രോസ്കോപ്പ് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാറാണെങ്കിൽ ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വിടാണ്. ആ സമയം ഷെങ്ങും പോകാൻ നിന്നപ്പോൾ സാറാനെ തുടങ്ങിയിട്ട് എനിക്ക് നിൻ്റെ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, നീ ആരോ ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, നിന്നെ കാണാൻ സുന്ദരനാണ്, ഒരുപാട് പെമ്പിളേർ പുറകെ വരും, ഒരുപാട് പേര് ഇഷ്ടമാണെന്നൊക്കെ പറയും, പക്ഷേ നീ ഒരു നല്ല കുട്ടിയാണെന്ന് എൻ്റെ ഒരു വിചാരം, പിന്നെ നിൻ്റെ ഈ ഏജിൽ കൂടെ കടന്നു പോയ ആളാണ് ഞാനും, കുറേ അട്രാക്ഷനും സംഭവമൊക്കെ തോന്നും, പക്ഷേ ഈ നേരത്ത് പഠിക്കാനുള്ളതാണെന്ന് പറയാണ്. ആ സമയം ഷെങ്ങ ഇനി ഞാൻ ഡേറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ റിലേഷനിലൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സാറ് കള്ളം പറയണ്ട, എനിക്കറിയാം നീ ഒരാളായിട്ട് ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടില്ലേ എന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ അയ്യോ സാറ് ടിയാനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാൻ വിശ്വസിക്കത്തില്ല, ഫോൺ അൺലോക്ക് ചെയ്ത് കാണിക്കാൻ പറഞ്ഞതും ഷെങ് അൺലോക്ക് ചെയ്ത് കാണിക്കുകയാണ്. നോക്കിയപ്പോൾ ടിയാൻ തന്നെയായിരുന്നു. അങ്ങനെ സാറ് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചല്ലേ, പക്ഷേ എന്തൊക്കെയായാലും സ്കൂളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് നിൻ്റെ ഫോൺ ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞിട്ട് സാർ അവിടെ നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഷെങ്ങാണെങ്കിൽ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. ആ സമയം ടിയാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നിൻ്റെ ഫോൺ എനിക്ക് കിട്ടിയില്ല, പക്ഷേ നിനക്ക് തരാൻ മറ്റൊരു സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ റൂമിൻ്റെ കീ കൊടുക്കുകയാണ്. എന്നിട്ട് ടിയാനാണെങ്കിൽ നമുക്കുണ്ടാർക്കും അടുത്തൊരു പുതിയ ലൈഫ് പോലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള ടൈമാണിത്, അതുകൊണ്ട് നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെങ്ങും ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം ഇവരിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം ഷെങ്ങും ടിയാനും നമുക്ക് ലഗേജൊക്കെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഹോസ്റ്റലിലേക്ക്. ആ സമയം എന്തെങ്കിലും മറന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാമെന്ന് പറയാണ്. ആ സമയം ടിയാനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഷെങ്ങാണെങ്കിൽ പക്ഷേ ഫോൺ എങ്ങനെ ഞാൻ തിരിച്ചെടുക്കും, സാർ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ടിയാൻ നിൻ്റെ ഫോൺ തിരിച്ചു കിട്ടാൻ ഒരു വഴിയില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷെങ്ങാണെങ്കിൽ ഞാനാണെങ്കിൽ ഗാവോയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഗാവോ ആണെങ്കിൽ ചെന്നിട്ട് നേരെ ഡയറക്ടറിൻ്റെ മോൻ്റെ അടുത്ത് ചോദിച്ചു. എന്നാൽ അവനാണെങ്കിൽ അവരുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാനൊരു പേടി. പക്ഷേ വേറൊരു വഴിയുണ്ട്, ഒന്നിൽ ഡയറക്ടർ സമ്മതിച്ച് കൺവിൻസ്ഡ് ആവുന്നവരെ ഒരു അപ്പോളജി ലെറ്റർ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ വിളിച്ച് വരുത്തണം. പക്ഷേ രണ്ടും നടക്കത്തില്ല, കാരണം ഒന്ന് ഞാൻ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് സാർ എന്നെ ചീത്ത വിളിക്കും, രണ്ടാമത് അച്ഛനെ വിളിച്ച് വരുന്നതെന്ന് വെച്ചാൽ അച്ഛൻ ബിസിനസ് ട്രിപ്പിൽ പൊക്കാനും, അതുകൊണ്ട് അത് നടക്കത്തില്ല. പുതിയൊരു ഫോൺ വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറ്റും, പക്ഷേ എനിക്കതിന് താല്പര്യമില്ല, കാരണം ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും അച്ഛൻ അപ്പം തന്നെ എനിക്ക് പൈസ എടുത്ത് തരാറുണ്ട്, എനിക്ക് അങ്ങനെ പൈസ ചിലവാക്കാൻ താല്പര്യമില്ല എന്ന് പറയാണ്. ആ സമയത്ത് ഞാൻ ആ കാര്യം ശരിയാണ്, കാരണം അന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന അങ്കിളുടെ വീട്ടിൽ ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞതും നിൻ്റെ അച്ഛൻ ആ സ്പോട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചു തന്നില്ലേ, നീ അങ്കിളുടെ വീട്ടിൽ പുതിയ ഫ്രിഡ്ജ് വരെ വാങ്ങിച്ചു വെച്ചില്ലേ, അതുകൊണ്ട് നീ ആ പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് എനിക്കും തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഷെങ് പുതിയൊരു ഫോൺ വാങ്ങാൻ തന്നെ വിചാരിക്കുകയാണ്. ആ സമയമാണ് നമ്മുടെ ടിയാനൊരു കോൾ വരുന്നത്. അങ്ങനെ ആ കോൾ വന്നപ്പോഴത്തേക്കും അത് അവൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ അമ്മയായിട്ടുള്ള സംസാരം കഴിഞ്ഞ് നമ്മുടെ ടിയാന് ഷോക്കാവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ടിയാൻ്റെ അമ്മയും ഷെങ്ങിൻ്റെ അച്ഛനും കൂടെ ആയിട്ട് നേരെ ഇവർ താമസിക്കുന്ന ഹോസ്റ്റലിലോട്ട് ഇവരെ കാണാനായിട്ട് വന്നേക്കാണ്. ഇതറിഞ്ഞുകൊണ്ടേ തന്നെ ഇവരുടെ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ആ സമയം ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് അവരുടെ രണ്ടുപേരും ലഗേജൊക്കെ പാക്ക് ചെയ്തുകൊണ്ടായിരുന്നു വന്നത്. ആ സമയം ഈ നേരം കൊണ്ട് നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛൻ ഒരു ബിസിനസ് ട്രിപ്പിന് പോവേണ്ടതാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അച്ഛനും പോയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അവൻ്റെ അച്ഛനാണെങ്കിൽ ഇല്ല പോയില്ല, നിങ്ങൾ രണ്ടുപേരും സേഫായിട്ട് ഇവിടെ എത്തിച്ചിട്ട് ഞാൻ നാളത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് എൻ്റെ ട്രിപ്പ് ഞാൻ പോസ്റ്റ്പോണ്ട് ചെയ്തു എന്ന് പറയാണ്. ആ സമയം ഷെങ്ങും ടിയാനും ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് എന്ത് പറ്റി ഞങ്ങൾ വന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് രണ്ടുപേരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും ഒരു മറുപടിയും പറയാതെ ഇവരെയും വിളിച്ച് നേരെ റൂമിലോട്ട് പോവാണ്.
ആ സമയം അവിടെയാണെങ്കിൽ ഈ ബെഞ്ചിൽ 2 പിള്ളേർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ സംസാരം കേട്ടിട്ട് ആ പിള്ളേർക്ക് ഇവർ രണ്ടുപേരും ഇപ്പോൾ ബ്രദേഴ്സാണെന്നുള്ള കാര്യം മനസ്സിലായിട്ട് അവർ രണ്ടുപേരും ഈ ഷെങ്ങും ടിയാനും ബ്രദേഴ്സാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. അതേസമയം ഇവരിങ്ങനെ റൂമിലോട്ട് വരാണ്. റൂമിലോട്ട് വന്നപ്പം അവിടെ ഒരു റൂമിൽ 4 സ്റ്റുഡൻസാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒഴിച്ചിട്ട് ബാക്കി 2 സ്റ്റുഡൻസും ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ അകത്തോട്ട് കയറി നോക്കിയതും ഒന്ന് ഗാവോ ആയിരുന്നു. അങ്ങനെ ഗാവോനെ കണ്ടതും എല്ലാവരും കൂടെ പരസ്പരം കേട്ടിട്ട് നീ എന്താ ഇവിടെ, നീ എങ്ങനെ ഇങ്ങോട്ട് വന്നെന്നുള്ള രീതിയിൽ അങ്ങോട്ടോട്ട് മാറി മാറി ചോദിക്കുന്നുണ്ട്. ഇതേസമയം ഗാവോയുടെ കൂടെ ആ റൂമിലുണ്ടായിരുന്ന മറ്റൊരു പയ്യൻ്റെ പേര് ഷിയു എന്നാണ്. നമുക്ക് അവനെ ഈസിയായിട്ട് യു എന്ന് വിളിക്കാം. അപ്പോൾ യു ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് നമ്മൾ ഗാവോ യുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ സമയം ഷെങ് എനിക്ക് നിന്നെ അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം യു പക്ഷേ ഞാനത്ര പോപ്പുലറായിട്ടുള്ള പയ്യനൊന്നും അല്ലാതെ പറഞ്ഞപ്പോൾ ഷെങ് നീ പോപ്പുലറാണോ അല്ലേന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകുന്ന ആ പീരീഡിൽ നീ 5-6 പ്രാവശ്യം എൻ്റെ കാലിലിട്ട് ചവിട്ടിയിട്ടുണ്ട്, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാടാന്ന് പറയാണ്. ആ സമയം അതായിട്ട് എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. യു ആണെങ്കിൽ സോറി പറയുകയും ചെയ്യാണ്. ഈ സമയം ഷെങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ടിയാനെ ഷെങ്ങിനെ അടുത്തോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഈ റൂമിൽ 4 ബെഡുണ്ട്, എന്നാൽ അറ്റാച്ച്ഡ് പോലെയാണ്. അതായത് ഒന്നിൻ്റെ ടോപ്പിൽ ഒന്ന് വരുന്ന രീതിയിൽ 2 എണ്ണം. അപ്പോൾ ആദ്യം കിടക്കുന്ന 2 എണ്ണം ഗാവോയും യുവും എടുത്തായിരുന്നു. അപ്പോൾ അവസാനം കിടക്കുന്ന 2 എണ്ണമാണ് നമ്മുടെ ഷെങ്ങും ടിയാനും എടുക്കുന്നത്. അങ്ങനെ അവരടുത്തോട്ട് വിളിച്ചിട്ട് നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ടിയാൻ നിന്നെക്കാളും മൂത്തതല്ലേ, അവൻ നിൻ്റെ മൂത്ത ചേട്ടനല്ലേ, അതുകൊണ്ട് ടിയാൻ താഴത്തെ ബെഡ് എടുത്തോട്ടെ, നീ മേളത്തെ എടുക്ക്, അവൻ എളുപ്പത്തിന് കയറി കിടക്കാൻ കണക്കിന് അവനത് എടുക്കട്ടെ എന്ന് പറയാണ്. ആ സമയം ഷെങ്ങാണെങ്കിൽ ഞാൻ ഇളയതാന്ന് വെച്ചിട്ട് ഞാൻ എന്തിനാ മേളത്തെ ബെഡ് എടുക്കുന്നതെന്ന് വെച്ചിട്ട് അവിടെ അടി ഉണ്ടാക്കാൻ തുടങ്ങാണ്. അപ്പം അച്ഛനാണെങ്കിൽ നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനും ടിയാൻ്റെ അമ്മയും കൂടെ ഇട്ട് കെറ്റിൽ ഇവർക്ക് വെള്ളമൊക്കെ എടുക്കാനായിട്ട് പോവാണ്. ആ സമയമാണ് നമ്മുടെ ഗാവ് ഇതെല്ലാം കേട്ടോണ്ട് നിന്നിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ബ്രദേഴ്സാണോ, ഞാൻ ഇത്രയും കാലമായിട്ട് അറിഞ്ഞില്ലല്ലോ എന്ന് വെച്ചപ്പോൾ അവർ അതേ ഞങ്ങൾ ബ്രദേഴ്സാണെന്ന് പറയാണ്. ആ സമയം ഗാവ് ടിയാൻ്റെ അടുത്ത് കള്ളം പറയില്ലേ, കുട്ടിക്കാലത്തോട്ട് നിന്നോട് കളിച്ച് വളർന്നതല്ലേ ഞാൻ, നിനക്ക് ബ്രദർ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷെങ് എൻ്റെ അച്ഛനും ഇവൻ്റെ അമ്മയും കൂടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, അങ്ങനെ ഞങ്ങൾ ബ്രദേഴ്സായെന്ന് പറയാണ്. ആ സമയം ഗാവോയും യുവും കൂടെ ആയിട്ട് 2 സുന്ദരന്മാരായേ നന്നായിട്ട് പഠിക്കുകയും ചെയ്ത 2 പയ്യന്മാർ ബ്രദേഴ്സാണെന്നോ അടിപൊളി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം ഷെങ്ങിൻ്റെ അച്ഛനെയും ടിയാൻ്റെ അമ്മേനെയും കാണിക്കുമ്പോൾ ഇവർ വെള്ളം എടുക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. ആ സമയം നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛൻ ഇപ്പം തന്നെ ബെഡ് ഏതെന്ന് ചോദിച്ചുകൊണ്ട് 2ഉം കൂടെ ആയിട്ട് അടിയായി. ഇങ്ങനെയാണെങ്കിൽ 2 ഒരുമിച്ച് എങ്ങനെ താമസിക്കുമെന്ന് ചോദിച്ചപ്പോൾ ടിയാൻ്റെ അമ്മ ടെൻഷൻ ആവാതിരിക്കുക, അവർ വലിയ പിള്ളേരല്ലേ, അവർ നന്നായിട്ടിരുന്നോളും, അവർ പരസ്പരം നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം സ്കൂളിലാണെങ്കിൽ പിള്ളേരെല്ലാവരും ഒരു ബ്രദേഴ്സാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇങ്ങനെ പാട്ടായിരിക്കുകയാണ്. ഈ സമയം അവിടെ സ്റ്റാഫ് റൂമിലിരുന്നുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് ടീച്ചർ തൊട്ടടുത്തിരുന്ന് നമ്മുടെ ലൂവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഷീയും നല്ല കാര്യമല്ലേ, 2 നല്ല ലുക്കുള്ള ചെക്കന്മാർ, അവരെല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലേ, എനിക്കറിയാം നിനക്ക് ലുക്കുള്ള എന്നെ ഇഷ്ടമാണെന്ന്, നീയൊക്കെ എന്നെ ഐഡോളായിട്ടല്ലേ കാണുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ പിന്നെ നിനക്ക് 30-32 വയസ്സായില്ലേ, നീ എൻ്റെ ഐഡോളൊന്നും അല്ലാന്ന് പറയുന്നുണ്ട്. ഈ സമയം ഷീയാണെങ്കിൽ ഞാൻ നിൻ്റെ ഐഡോളാണെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ലൂവിന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം കാണിക്കുന്ന ഷെങ്ങാണെങ്കിൽ അവരുടെ അച്ഛനെയും ടിയാൻ്റെ അമ്മേനും കൂടെ ആയിട്ട് പുറത്തോട്ട് വിളിച്ച് ചേർത്താണ് ഹോസ്റ്റൽ റൂമിൻ്റെ. ആ സമയം അച്ഛനാണെങ്കിൽ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടല്ലോ ഇറങ്ങിയപ്പോൾ ഷെങ്ങാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷെങ്ങാണെങ്കിൽ പതുക്കെ അത് പിന്നെ അച്ഛാ എൻ്റെ ഫോണ് അവിടെ ഡയറക്ടർ വാങ്ങിച്ചു വെച്ചു, പാരൻസ് ഒന്നാലും കൊടുക്കോളൂ എന്ന് പറഞ്ഞാൽ പുതിയ ഫോൺ വാങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ അച്ഛൻ എന്തായാലും വന്നല്ലോ, അതൊന്ന് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അച്ഛനാണെങ്കിൽ എനിക്ക് അപ്പോഴേ തോന്നി കുരുത്തക്കേടായിരിക്കുമെന്ന്, ശരി വാ ഡയറക്ടറിനോട് സംസാരിച്ചു നിൻ്റെ ഫോൺ ഞാൻ തിരിച്ചു വാങ്ങിച്ചു തരാമെന്ന് പറയാണ്. അങ്ങനെ അവരുടെ ഒരു ഫോൺ തിരിച്ചു വാങ്ങാനായിട്ട് പോവാണ്. അതിനുശേഷം കാണിക്കുന്ന രാത്രി ടൈം ടിയാനാണെങ്കിൽ അവൻ്റെ ബാഗൊക്കെ അൺപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് നമ്മുടെ ഷെങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനാണെങ്കിൽ ഫോൺ വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ ടിയാനാണെങ്കിൽ അവൻ്റെ ഡ്രസ്സെല്ലാം അവൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് മാറ്റുമായിരുന്നു. നമ്മൾ മുമ്പും കണ്ടതാണ്. ടിയാനാണെങ്കിൽ അവൻ്റെ ലഗേജ് ഒരിക്കലും മാറ്റി വയ്ക്കത്തില്ല, എപ്പോഴും അവൻ്റെ ബാഗിൻ്റെ അകത്ത് അവൻ്റെ ഡ്രസ്സ് ഇരിക്കും. കാരണം അവന് പെർമനൻ്റായിട്ട് താമസിക്കാൻ ഒരു വീടില്ല, അവൻ എപ്പോഴും മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് പുറത്തെടുത്ത് വെക്കണോ വേണ്ടേ, ലഗേജിൻ്റെ അകത്ത് തന്നെ ഇരിക്കട്ടോ എന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഷെങ് അവൻ്റെ അടുത്ത് ഇനിയെങ്കിലും അത് ലഗേജിൽ നിന്ന് മാറ്റി വെച്ചുകൂടെയും ചോദിക്കുകയാണ്. അങ്ങനെ ടിയാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഡ്രസ്സെല്ലാം ലഗേജിൽ നിന്ന് മാറ്റുവാണ്. അങ്ങനെ അവൻ ആദ്യമായിട്ട് അവൻ്റെ ആ ഒരു ബാഗ് ഡ്രസ്സില്ലാതെ ഒഴിച്ചു വെക്കുകയാണ്. ആ സമയം നമ്മുടെ ടിയാനാണെങ്കിൽ ഇമോഷണലായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെങ് വന്ന് അവനെ ഹഗ് ചെയ്തിട്ട് നിനക്കിപ്പോൾ ഒരു വീടുണ്ട് ഞാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം ഇതും കാണിച്ച് ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഇതേ സീനിൻ്റെ കണ്ടിന്യൂഷൻ കാണിക്കുകയാണ്. അതായത് ഇവരിങ്ങനെ ഹഗ് ചെയ്തിരിക്കുന്ന സമയത്ത് 2 പേരും വിഷമിച്ച് കരയുന്നുണ്ട്. ആ സമയം ടിയാൻ പരമാവധി കരയാതിരിക്കാൻ ശ്രമിച്ചിട്ട് അവൻ്റെ കണ്ണീരെല്ലാം തുടച്ചു കളയാണ്. അങ്ങനെ ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ടിയാനാണെങ്കിൽ കരഞ്ഞ ലക്ഷണമൊന്നും കാണാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കലങ്ങിയിരിക്കുന്ന ഷെങ്ങാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വരെ കരഞ്ഞു, എന്നിട്ട് നീ ഒന്നും കരയുന്നില്ലല്ലോടാ, നീ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ടിയാൻ വീണ്ടും ഷെങ്ങിനെ ഹഗ് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ഒരു കിടന്നുറങ്ങുന്നതാണ്. ഗാവോയ്ക്ക് ഭയങ്കര സുഖം ഉറക്കാണ്. എന്നാൽ നമ്മുടെ ഷെങ്ങും ടിയാനും ഉറങ്ങിയിട്ടില്ല. ടിയാനാണെങ്കിൽ ഷെങ്ങിൻ്റെ അടുത്ത് നീ ഉറങ്ങിയില്ലല്ലേ എന്ന് വെച്ചപ്പോൾ ഷെങ് നീ ഉറങ്ങിയില്ലല്ലേ എന്നിങ്ങനെ പറയാണ്. ഇതും കാണിച്ചൊരു എപ്പിസോഡ് ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.